അത്യാവശ്യം ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ പഠിച്ചത് കൊണ്ട് ഇപ്പൊ ഉപകാരമായി അല്ലേ? എല്ലാരും കൂടെ കുഴിയിലിറക്കി നിർത്തിയിട്ട് പ്രൈവേറ്റിന് എന്ത് ഗുണമുണ്ടായേ? ക്രെഡിറ്റ് മുഴുവൻ പ്രസിഡന്റ് കൊണ്ടുപോയില്ലേ? അങ്ങനെ പറയരുത്. മഹാത്മാഗാന്ധി ഉപ്പുകുറുക്കിയ സമരം നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനൊന്നും അല്ലല്ലോ. ക്രെഡിറ്റിന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ അല്ലേ പ്രബേട്ട? കുഴി കിടന്നപ്പോ എന്റെ കൈ ഫ്രീ അല്ലായിരുന്നു, ഇപ്പോഴും ഫ്രീ അല്ല. അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചേനെ. പോട്ടെന്നെ, നീര് കക്കിയിട്ടുണ്ട്, അതുകൊണ്ടാ. നീ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ ജനങ്ങള്. ആ സമയം വരെ നിനക്ക് സിന്ദാബാദ് വിളിച്ചവര് അവസാനമായപ്പോ മാറ്റി വിളിച്ചത് കേട്ടില്ലേ? ക്രെഡിറ്റ് ഒക്കെ ആരെങ്കിലും കൊണ്ടുപോട്ടെ മാഷെ. കായല് നികത്ത് റിസോർട്ട് കെട്ടിപ്പൊക്കുന്നത് ഇല്ലാണ്ടായില്ലേ? നമുക്കത് മതി. എന്നാലും പത്രത്തിൽ പേര് വരാൻ വേണ്ടി നീ ഓരോ കോപ്രായം കാണിക്കാന്നൊക്കെ പറയുമ്പോ അതിലെന്താ ഇത്ര തെറ്റ്? ബുദ്ധിയുള്ള ആർക്കും അങ്ങനെ തോന്നൂ. ഈ കോമാളി കാരണം ബാക്കിയുള്ളവർ കൂടി പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇവനീ കാട്ടിക്കൂട്ടണത് ആ കവലെ പോയി കാണിച്ച വൈകിട്ടാവുമ്പോ 5-6 കിലോ അരിയെങ്കിലും വാങ്ങാനുള്ള കാശ് കിട്ടിയനെ. അതെങ്ങനെ മേലനങ്ങാതെ വെട്ടി വിഴുങ്ങാനുള്ളതല്ല ഇവിടത്തെ പറമ്പിൽ ഉണ്ടാവണുണ്ടല്ലോ. അതെ, പക്ഷെ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ തനിയെ പൊട്ടിമുളച്ചുണ്ടായതല്ല. നട്ടും നനച്ചും വളവിട്ടൊക്കെ നോക്കിക്കൊടുന്നത് ഞാൻ തന്നെയാ. 1-2 കൊല്ലമല്ല, കാലങ്ങളോളം. പ്രഭാകര, ഓ നീ കണക്ക് പറയാണല്ലേ? എന്നാ ഞാനും കുറച്ച് കണക്ക് പറയാം. എന്താ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കേൾക്കണോ നിനക്കത്? നമുക്ക് പോവാം മാഷെ. മാഷ് നിൽക്കണം. നിങ്ങളൊരു സ്കൂൾ അധ്യാപകനായിരുന്നില്ലേ മാഷേ? ഇവന്റെയൊക്കെ തരികിടയ്ക്ക് കൂട്ടു നിൽക്കാതെ 4 വാക്ക് നല്ലത് പറഞ്ഞു കൊടുത്തൂടെ? സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ നിങ്ങൾക്ക് ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ആരാന്റെ അമ്മയുടെ ഭ്രാന്ത് കണ്ടു നിൽക്കണ പോലെ ഇവന്റെയൊക്കെ കാട്ടിക്കൂട്ടല് കണ്ടു നിൽക്കാൻ ഒരു സുഖം അല്ലേ മാഷേ? ഈ പ്രായത്തിൽ നീ മാഷക്ക് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. മാഷ് നടന്നോളൂ, നാളെ കാണാം. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ. ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ പാ. ചെല്ല് ചെല്ല്. രാമകൃഷ്ണനല്ല, കംസൻ. ആളുകൾ കേറി വരുമ്പോ മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ഫോട്ടോകളുണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ പോവുക. അതിന് പകരത്ത് ഇതിവിടെ തറയ്ക്കാനാ പരിപാടി. നല്ല ഭംഗിയല്ലേ? പ്രഭ എന്നും വിളക്ക് കൊളുത്തി തൊഴുന്ന ഫോട്ടോകളാണോ അതൊക്കെ? അതുകൊണ്ടെന്താ വടക്കേപ്പുറത്തെ ചായപ്പിൽ തറച്ചേരം തൊഴാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഒരാള് വന്ന് കേറുമ്പോഴത്തേക്ക് ഈ മഞ്ഞ പിടിച്ച ഫോട്ടോകളൊക്കെ ദുശകുനമാണെന്ന്. രമേശ, വേണ്ടമ്മേ, ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കട്ടെ. അമ്മ വന്നേ. പാടാ, ഇതൊന്ന് പിടിച്ചേ. എന്നാ പിന്നെ ഉടനെ മാറുകയല്ലേ നല്ലത്? അതെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താ നിനക്ക് അമ്മാവനെ തട്ടാൻ പ്ലാൻ ഉണ്ടോ? എനിക്കൊരു കടവുണ്ടടാ, രാധയോട്. അപ്പൊ നീ അവളോടും കടം വാങ്ങിയോ? ഒരിക്കലൊരു സർവോദയ സമ്മേളനം കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് വന്ന് കേറുമ്പോ ഒക്കെ തവളുണ്ട്. ഏതാണ്ട് ഒരു 3 വയസ്സ് പ്രായം. ആരോ കളഞ്ഞിട്ട് പോയൊരു കുഞ്ഞ. അന്ന് മുതൽ അവളും ആ വീട്ടിലൊരു ഭാഗമാണ്. ഇവരിപ്പോ ഈ ഊറ്റം കൊള്ളുന്ന പാടത്തും പറമ്പത്തും ഒക്കെ അവളും ഒരുപാട് വേർപ്പൊഴുകിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, പക്ഷെ അവൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. എന്നിട്ട് അവൾ ആരുടെയെങ്കിലും കൂടെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം എനിക്കും അമ്മയ്ക്ക് അപ്പ അവിടുന്ന് പടിയിറങ്ങാൻ. അങ്ങനെ തോന്നിയ ആളുടെ കൂടെ ഒന്നും അവളെ ഇറക്കി വിടണ്ട. അവൾക്ക് അനുരൂപനായ തറവാടിയെ തന്നെ വേണം. അതെ, അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പ്രഭാകര. ഇഷ്ടായില്ല? ആയില്ല? വേണ്ട വേണ്ട പ്രഭാകര. ഇന്ന് എന്തായാലും രക്ഷപ്പെടാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. രക്ഷപ്പെടുക എന്തിന്? നാറ്റിക്കരുത്. ഉത്തരവാദിത്തപ്പെട്ടൊരു പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. നിന്റെ കാശിന് ഉറപ്പായിട്ട് തന്നേക്കാം, പ്ലീസ്. സമ്മതിച്ചു. പക്ഷെ പ്രഭേട്ട എന്റെ കൂടെ ഒന്ന് വരണം. എങ്ങോട്ടേക്ക്? ആദ്യം വണ്ടി കയറി. അല്ല, ഞാൻ വരാൻ. സുബ്രാ കടയിൽ നോക്കിക്കൊള്ളേ. എന്താ പ്രഭേട്ട പറഞ്ഞതിലെന്തെങ്കിലും? ഇത് പറയാൻ വേണ്ടി ഇവിടം വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ സ്ഥലവും ചുറ്റുപാടൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി നീ എനിക്കിട്ട് 2 തരാൻ വേണ്ടി കൊടുന്നതെന്ന്. എടാ പോത്തെ, രാധയെ കല്യാണം കഴിച്ചു തരുമോന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇത്ര വളഞ്ഞു പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ഞാൻ പ്രഭേട്ടനോട്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ, സന്തോഷം. ബാക്കി ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. ഞാൻ ബുക്ക് സ്റ്റാളിൽ വിടാം. വേണ്ട വേണ്ട, കോൾപ്പാടം കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. എനിക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, നീ വിട്ടോ. എന്ന് നീ അങ്ങനെ തീരുമാനിച്ച ബാക്കിയുള്ളവരെന്താ എസ് ചേരണോ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്?
കാലങ്ങളായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടി. അവൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കണമെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ന്യായം പറയച്ച ആർക്കും ഒരു അർഹതയില്ല. ഒക്കെ രാമകൃഷ്ണന്റെ മുതലാ. അതെ, നിന്റെ അച്ഛന്റെയും വെല്ലിച്ചന്റെയും കൊടനായിക പോലും തറവാട് ജപ്തി ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോ കടങ്ങൾ മുഴുവൻ തീർത്ത് സ്വന്തം പേര് രജിസ്റ്റർ ചെയ്ത് എന്റെ അനിയൻ രാമകൃഷ്ണൻ. ഓ, സമ്മതിച്ചു. ജീവിതകാലം മുഴുവൻ താമസിച്ചോളാൻ പറഞ്ഞ് ഈ വീടും പറമ്പും വല്യമ്മാവനെയും എന്റെ അമ്മയും ഏൽപ്പിക്കുമ്പോ ഇതിന്റെ പുറകിലുള്ള പാടവും പറമ്പൊക്കെ വെറും തരിശായിരുന്നു. 5-8 വയസ്സ് മുതൽ കൊത്തിയും കിളച്ചും അതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് അവളും കൂടിയാ. ദേ ഇന്ന് രാവിലെ പാടത്തേക്ക് പോയി അവൾ ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല. തേങ്ങ വിൽക്കാൻ നേരത്തെ എണ്ണം നോക്കി കാശ് വാങ്ങാന്നല്ലാതെ ഒരെണ്ണം പെറുക്കിയെടുക്കാൻ പോലും നിന്നിട്ടുണ്ടോ വല്യമ്മാവൻ ഇതുവരെ? ഇല്ലല്ലോ. നീ അത്ര വലിയ കണക്കൊന്നും പറയണ്ട. നീയും നിന്റെ അമ്മയും ആ പെണ്ണും ഇത്രയും കാലം വാടക കൊടുക്കാതെ താമസിച്ചതിന്റെ കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ലല്ലോ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ശരി, ഇനി നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിലും രാധയുടെ വിവാഹം ഞാൻ നടത്തും. പിന്നെ കഴിഞ്ഞ 36 വർഷം ഞാനും എന്റെ അമ്മയും ഇവിടെ താമസിച്ചതിന്റെ വാടക കുടിശ്ശിക സഹിതം തന്നു തീർത്തിട്ട് പ്രഭാകരൻ ഈ വീടിന്റെ പടിയിറങ്ങും. ആ നഷ്ടത്തിന്റെ കണക്കൊക്കെ കൂട്ടി ഇനി ഇവിടെ ആരും പരിഭ്രമിക്കണ്ട. അച്ഛൻ ഒരുപാട് ചീപ്പായി പോയി. ഇത്രയും തരം താഴേണ്ടിയിരുന്നില്ല. നീ എന്നെ ഗുണദോഷിക്കാനൊന്നും വരണ്ട. ഇല്ല, ഞാൻ മിണ്ടുന്നില്ല. ബോംബെയിലായിരുന്നപ്പോഴും ഞാൻ മിണ്ടിയിരുന്നില്ലല്ലോ. മാർവാടികൾ വന്ന് മുഴുവനോടെ പിഴുതോണ്ട് പോയിട്ടും അച്ഛന്റെ ദുരാഗ്രഹം മാറിയില്ലല്ലോ. അതിലെനിക്ക് സഹതാപം തോന്നുന്നു. പോലെ കല്യാണം നടത്തുന്നൊക്കെ വാശി പിടിക്കാൻ എളുപ്പ, പക്ഷെ ചില്ലറ വേണ്ടേ? അതെ, പ്രബേട്ടന്റെ അവസ്ഥ സുരേഷിന് അറിയാമല്ലോ. പെണ്ണിനെ പിടിച്ചിറക്കി കൊടുക്കുക, അവൻ കൊണ്ടുപോട്ടെന്ന്. അത് അവളോട് ചെയ്യുന്ന തെറ്റാ. തറവാട് പറമ്പിനോട് ചേർന്ന് അച്ഛന്റെ പേരിൽ കിടപ്പുണ്ട് ഒരു 25 സെന്റ് സ്ഥലം. അത് വിറ്റ ഇപ്പത്തെ ഒരു അവസ്ഥയിൽ ഒരു 5-6 ലക്ഷം രൂപയെങ്കിലും കിട്ടില്ലേ മാഷേ? പക്ഷെ ആര് വാങ്ങും പ്രഭാര? ഏക്കർ കണക്കിന് വാങ്ങിക്കൂട്ടാൻ മുതലാളിമാരുണ്ട്. 5-10 സെന്റ് വാങ്ങണത് വീട് വെച്ച് താമസിക്കാനുള്ള പാവങ്ങളാ. അവരുടെ ഒട്ട് കാശുമില്ല. സഹകരണ ബാങ്കിൽ പണയം വെച്ചാ ഏറിയ 1 ലക്ഷം രൂപ കിട്ടും. അത് മതിയോ നിനക്ക്? ഏത് സമയത്തും കാശെടുക്കാൻ പറ്റണ ഒരാളെ ഈ നാട്ടിലുള്ളൂ. ആരാ? പ്രസിഡന്റ് അവറാച്ചൻ. ദേ അബ്ദു, തമാശ പറയാനുള്ള നേരമല്ലോ. അതൊരു കാര്യമായിട്ടാ എനിക്ക് തോന്നണത്. മാഷ് എന്തായി പറയുന്നത്? നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. അവറാച്ചനോട് കടം മേടിക്കാല്ലോ, സ്വന്തം സ്ഥലം തീർന്നു കൊടുത്തിട്ടല്ലേ. ശരിയാ, ഇതിൽ ഇത്ര നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് പ്രസിഡന്റും പ്രബേട്ടനുമായിട്ടുള്ള രാഷ്ട്രീയ ഭിന്നത അവസാനിക്കുന്നില്ല. അതിനിയും തുടർന്നൂടെ? എന്തേ? അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല പ്രഭാര. ഇല്ലെങ്കിൽ പിന്നൊരു ഒറ്റ വഴിയുള്ളൂ. അത്യാവശ്യമായി പോയില്ലേ, 10 ലക്ഷം രൂപ ഞാൻ തരാം. എന്നാ കൊടുക്ക്. ലോട്ടറി അടിക്കട്ടെ. എറിയരുത്, ഞാൻ മയ്യത്താവും. എടാ ചാണ്ടി, നിനക്കിത് കേട്ടിട്ട് ചിരി വരുന്നില്ലേ? പിന്നെ എന്താടാ പോത്തെ വാ തുറന്ന് ചിരിക്കാത്ത? കറക്റ്റ്. ഇത് ചോദിക്കാൻ അവൻ എന്താ നേരിട്ട് വരാത്തത്? ഞാൻ മുഖത്ത് നോക്കി ഒരു ആട്ടാട്ടോന്ന് പേടിച്ചിട്ടുണ്ടാവും അല്ലേ? അതിപ്പോ എവരെ ആട്ടാമല്ലോ. പോട്ടറ ചാണ്ടി, എന്റെ മക്കൾ അക്ഷരം പഠിപ്പിച്ച അധ്യാപകനല്ലേ, അവമാനിക്കണ്ട. എന്നാ മാഷിനെ ആട്ടിയത് മാത്രം പിൻവലിച്ചിരിക്കുന്നു. 2 സ്ഥലം കാലിയാക്ക്. അതെ, ഇളയപ്പന്റെ പൂത്ത കാശുണ്ട്, പക്ഷെ അതുകൊണ്ട് അവന്റെ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇറങ്ങ വെളിയില്, ഇറങ്ങാം. നിക്ക് മാഷേ. ചാണ്ടി, ആദ്യമായിട്ട് സഹായം ചോദിച്ചു വന്നല്ലേ, മടക്കണ്ട. നമുക്കതുകൊണ്ട് വാങ്ങാം. എന്താ? അല്ല, ഞാൻ സ്ഥലം വാങ്ങാം, പക്ഷെ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആദർശവാനായ പ്രഭാകരൻ അത് സ്വീകാര്യമാവുമോ ആവോ?